ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഴിക്കാട്ട് കുടുംബയോഗം 106ാമത് വാർഷിക സമ്മേളനം 2026 മെയ് 1 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ വടവാതൂർ സെൻറ്റ് സ്റ്റീഫൻസ് മർത്തമാപ്പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. കുഴിക്കാട്ട് കുടുംബത്തിന് 4 ശാഖകളാണുള്ളത്. കളരിക്കൽ, ചിറയിൽ, പാറേക്കുളം, കുഴിക്കാട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരെയും 6 ഗ്രൂപ്പായിട്ട് തിരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം ചെറിയ ഗെയിമുകളൊക്കെ നടത്തപ്പെട്ടു. എല്ലാവരും അതിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുത്തു. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ കുടുംബാംഗങ്ങൾക്ക് ഒത്തുകൂടുന്നതിനും സന്തോഷം പങ്കുവയ്ക്കുന്നതിനും സാധിച്ചു. പ്രായം മറന്ന് എല്ലാവരും എല്ലാ കളികളിലും പങ്കെടുത്തു. ഒരു വയസ്സ് മുതൽ 97 വയസ്സ് വരെയുള്ളവർ ഇവിടെ ആക്റ്റീവായി പങ്കെടുത്തു. കുട്ടികളും പ്രായമായവരൊക്കെ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ശ്രീ പള്ളിക്കോണം രാജീവ് പഴയ കോട്ടയം പട്ടണവും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങാടികൾ എന്ന് പറയുന്ന വിപുലമായ അർത്ഥത്തിലൊരു ട്രേഡ് സെൻ്ററാണ്. അവിടെ നമ്മുടെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ അവിടെ ശേഖരിച്ച് അവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു അങ്ങാടിയിൽ നിന്ന് അതിൻ്റെ പടിഞ്ഞാറോട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ. എന്ത് ഉൽപ്പന്നങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ അന്നും ഇന്നും സുഗന്ധവ്യഞ്ജനങ്ങളാണ്. പ്രത്യേകിച്ച് കുരുമുളകിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചരിത്രം മുഴുവൻ, കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് കുരുമുളക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പടിഞ്ഞാറോട്ട് എത്തിക്കുന്നത് നദീമാർഗമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നദികളുടെ എല്ലാ തീരത്തും നിരവധി അങ്ങാടികളുണ്ട്. ഈ അങ്ങാടികൾ ഏറ്റവും പടിഞ്ഞാറ് ഒരു അങ്ങാടി ഉണ്ടാവും. അത് കഴിഞ്ഞ അവസ്ഥയിൽ ഈ കുടുംബങ്ങൾ 80-ൽ പരം ക്രിസ്ത്യൻ കുടുംബങ്ങൾ കുടിയിരുന്നതിൻ്റെ രേഖകൾ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ രംഗങ്ങളുള്ളത്. കുട്ടികൾക്കായി പെയിൻറ്റിംഗ്, ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തി. ചിറയിലെ സിമി ജോൺ എഴുതിയ ഗാനം ശോഭയും സിജിയും ചേർന്ന് മനോഹരമായി ആലപിച്ചു. പൊതുയോഗത്തിന് പ്രൊഫസർ ഡോക്ടർ റോണി രാജൻ പോൾ സ്വാഗതം ആശംസിച്ചു. വനിതകളുടെ കൂട്ടായ്മയായ കിളിക്കൂടിൻ്റെ കൊയർ പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. കുടുംബയോഗം പ്രസിഡന്റ് സി കുര്യൻ അധ്യക്ഷ പ്രസംഗവും സെക്രട്ടറി അഡ്വക്കേറ്റ് PV ചെറിയാൻ റിപ്പോർട്ടും ട്രഷറർ ശ്രീ KV ജോസഫ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. റവറൻഡ് മാത്യു സെക്രട്ടറിയച്ചൻ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. കുടുംബയോഗം രക്ഷാധികാരികളായ ഫിലിപ്പോസ് അച്ഛനും ബെന്നി ശമ്മാച്ചനും സന്നിഹിതരായിരുന്നു. പഴഞ്ചൊല്ലിൽ പൊതിഞ്ഞ കുടുംബത്തെക്കുറിച്ചുള്ള സ്കിറ്റ് ഉണ്ടായിരുന്നു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നിരുന്നു. വടവാതൂർ സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയിൽ പുതുതായി ചാർജ് എടുത്ത ലിജു രാജു അച്ഛൻ പ്രത്യേക ക്ഷണപ്രകാരം പങ്കെടുത്തു. സഹോദര കുടുംബമായ അമ്പലനഗൽ കുടുംബയോഗത്തിൻ്റെ പ്രതിനിധികൾ വന്ന് പങ്കെടുത്തു. വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സൂസൻ ജേക്കബ് ചിറയിൽ ആദരവ് ഏറ്റുവാങ്ങി. കുഴിക്കാട്ട പഞ്ചായത്തെല്ലാം അഭിമാനവും അതിനോടൊപ്പം പ്രചോദനവുമായി തീർന്നു ശ്രീമതി സൂസൻ ജേക്കബിൻ്റെ ഈ പൊസിഷൻ. കഴിഞ്ഞ ദിവസം വിവാഹിതരായ പുതിയാപ്പറമ്പിൽ സിമി നിമിൽ ദമ്പതികൾക്ക് അഭിനന്ദനവും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും നൽകപ്പെട്ടു. കിളിക്കൂട് കൊയർ ഒരു നാടൻ പാട്ട് ആലപിച്ചു. ശ്രീ പുന്നൻ ചിറയിൽ പൊതുയോഗത്തിൽ പങ്കെടുത്തവർക്ക് കൃതജ്ഞതയും ലിജു രാജു അച്ഛൻ പൊതുയോഗത്തിൻ്റെ സമാപന പ്രാർത്ഥനയും നിർവഹിച്ചു. അമ്പലത്തിങ്കൽ കുടുംബത്തിൽ നിന്ന് വന്ന അംഗങ്ങൾ ഞങ്ങളോടൊപ്പം സന്തോഷം പങ്കുവച്ചു. വിഭവസമൃദ്ധമായ ആഹാരം ശ്രീ ബിജോയ് കളരിക്കൽ ഒരുക്കിയിരുന്നു. ഹാൾ ക്രമീകരണമൊക്കെ നടത്തിയത് ജസ്വിൻ കുര്യൻ കളരിക്കലാണ്. വളരെ സന്തോഷത്തോടെ എല്ലാവരും ആഹാരം ഭക്ഷിച്ചു. പല നാടുകളിൽ കിടക്കുന്നവരെല്ലാം ഒന്നിച്ചു കൂടിയപ്പോൾ വളരെയേറെ സന്തോഷമായി.
എല്ലാവരെയും പരിചയപ്പെടാനും സ്നേഹം പങ്കുവയ്ക്കുന്നതിനും ഓർമ്മകൾ പുതുക്കുന്നതിനും എല്ലാം സാധിച്ചു. സദ്യയ്ക്ക് ശേഷം അടിപൊളി അടപ്രഥമനും ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് പല പോസിലുള്ള ഫോട്ടോകളൊക്കെ എടുത്തു. അതിനുശേഷം ഗെയിം ആരംഭിച്ചു. പ്രായമുള്ളവർക്കെല്ലാം പാസിംഗ് ദ പാഴ്സൽ എന്ന ഗെയിമായിരുന്നു. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രായം മറന്നുള്ള വാശിയേറിയ കളിയായിരുന്നു. ഗെയിമിലും പെയിൻറ്റിംഗ് ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത കുട്ടികൾക്കും സമ്മാനം വിതരണം ചെയ്തു. കുടുംബാംഗങ്ങളുടെ മുന്നിൽ വളരെ അഭിമാനത്തോടെയാണ് അവരെല്ലാം സമ്മാനം വാങ്ങിയത്. ബോള് പെറുക്കിയിടുന്ന ഗെയിം ഉണ്ടായിരുന്നു. പ്രായം വന്ന എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് അതിൽ പങ്കെടുത്തു. ബോളിൽ റബ്ബർ ബാൻഡ് ഇടുന്ന ഗെയിമായിരുന്നു എടുത്തത്. അതിനോടൊപ്പം ലേലവിളിയും നടക്കുന്നുണ്ട്. കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം അവരിൽ ഉറങ്ങിക്കിടക്കുന്ന കലാബോധത്തിനെ ഉണർത്തുന്നതിനും സാധിച്ചു. ഏലക്ക, കുരുമുളക്, വൈൻ, കൈതച്ചക്ക, ചെടികൾ, അങ്ങനെ ധാരാളം സാധനങ്ങൾ ലേലം വിളിക്കാൻ കൊണ്ടുവന്നിരുന്നു. പ്രായഭേദമന്യേ കലാപരിപാടിയിൽ അവതരിപ്പിക്കുന്നതിൽ ആൾക്കാർ മുന്നോട്ട് വന്നിരുന്നു. തിരഞ്ഞങ്ങോ നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. Showers of blessings we need. Mercy drops round us are falling, but for the showers we plead. യഹൂദയിലെ ബേത്ലഹേമിൽ ഷെർ എന്ന പേരിൽ പുരുഷനുണ്ടായിരുന്നു. ഗെയിമിൽ പങ്കെടുത്തവർക്ക് സമ്മാനവും വിതരണം ചെയ്തു. ബന്ധങ്ങൾ ചേർത്ത് നിർത്തുന്ന ഈ കുടുംബസ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. കുടുംബം എന്നത് ഒരു ബന്ധമല്ല, ഹൃദയങ്ങളെ കൂട്ടിയിണക്കുന്ന ശക്തിയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.